ആരോപണം ഉന്നയിക്കുന്ന ചിത്രം നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം യേശുക്രിസ്തു ഭൂതങ്ങളുടെ സാക്ഷ്യം കൊണ്ട്, ഭൂതങ്ങളുടെ കഴിവുകൊണ്ടാണ് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് തുല്യം മാത്രമാണ് ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചത് അല്ലാഹുവിന്റെ വചനങ്ങൾ അല്ലാഹുവിന്റെ മുകളിൽ വെച്ച് കെട്ടുന്നതിന്റെ അർത്ഥമെന്ന് മാത്രം അതേക്കുറിച്ച് പറയുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വയം രചനയായിരുന്നു വിശുദ്ധ ഖുർആനെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിൽ 45-ാമത്തെ വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് വമാ കുൻത തത്ലൂ മിൻ ഖബ്രിഹി മിൻ കിതാബിൻ വലാ തഖുതുഹു ബിയമീനിക ഇദൻ ലർതാബൽ മുബ്തിലൂൻ. അങ്ങ് മുൻകാലത്തുള്ള ഒരു വേദഗ്രന്ഥവും വായിച്ചിട്ടില്ല, അങ്ങയുടെ കൈകൊണ്ട് അവ എഴുതിയെടുത്തിട്ടുമില്ല. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലല്ലേ പ്രതിപക്ഷത്തിന് സംശയിക്കേണ്ടതുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ വിദ്യാവതരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയായ, വ്യക്തമായ ഉമ്മിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഗ്രന്ഥം കോപ്പിയടിച്ച് എഴുതിയത് എന്ന് നിങ്ങൾ പറയേണ്ടതുണ്ട്. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലൊറ്റയ്ക്കിരിക്കുമ്പോഴോ ഹിറാ ഗുഹയിലൊറ്റയ്ക്കിരിക്കുമ്പോഴോ മാത്രമായിരുന്നില്ല ഖുർആൻ അവതരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനക്കൂട്ടത്തിനിടയ്ക്കിരിക്കുമ്പോൾ, സമുദായത്തിനിടയ്ക്കിരിക്കുമ്പോൾ, ശിഷ്യന്മാർക്കിടയിലിരിക്കുമ്പോൾ, ഭാര്യമാർക്കിടയിലിരിക്കുമ്പോൾ, അപ്പോഴെല്ലാം അവിടുത്തോട് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക്, അവരുടെ അടുത്ത് ഉയർത്തിക്കൊണ്ടുവരപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം വഹ്യുമായി വരട്ടെ എന്ന് കാത്തിരിക്കുന്ന ചിത്രവും ആ പദത്തിൽ നിന്ന് അവരിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ ഖുർആൻ പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ചിത്രവും നമ്മൾ വായിക്കുന്നുണ്ട്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് ഈ കോപ്പിയടി നിർവഹിച്ചത് എന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. അതുപോലെ അറേബ്യയിലെ ഏറ്റവും ഉന്നതരായ, കുലീനരായ അനേകം പ്രമാണിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ വചനങ്ങളാണെന്ന് അംഗീകരിച്ചു കൊടുക്കുന്ന ചിത്രം നമ്മൾ കാണുന്നുണ്ട്. അവരാരും തിരുനബി വിശുദ്ധ ഖുർആൻ എവിടെ നിന്നെങ്കിലും കോപ്പിയടിച്ചതാണ് എന്ന് ആരോപണം ഉന്നയിച്ചിട്ടില്ല. തിരുനബി തങ്ങളെ കള്ളനായി ചിത്രീകരിക്കാൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാജപ്രവാചകനാണെന്ന് ചിത്രീകരിക്കാൻ കുൽസിത ശ്രമങ്ങളുമായി ചുറ്റോട് ചുറ്റും പേർത്തും വീക്ഷിച്ചു നടന്നിരുന്ന ധാരാളം ആളുകളെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്കൊരിക്കലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിച്ചതായി തെളിയിക്കാൻ ഈ നാളിതുവരെയും സാധിച്ചിട്ടില്ല. മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പും പിമ്പും അന്നും നിലവിലുണ്ടായിരുന്ന അറബ് സാഹിത്യം നിങ്ങൾ പഠിക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ അത്രയ്ക്കും എലക്വന്റും അത്രയ്ക്കും ഫൈനും ആയിട്ടുള്ള വേഴ്സസ് വിശുദ്ധ ഖുർആനിലല്ലാതെ വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ ഏറ്റവും ഉദാത്തമായ ഒരു കൃതി രചിക്കുകയും ലോകത്ത് തുല്യതയില്ലാത്ത ഒരു സാഹിത്യ സൃഷ്ടിയായി സർവ്വരാഗങ്ങൾ വാഴ്ത്തപ്പെടുകയും ചെയ്തിട്ട് അതിന്റെ സ്വന്തം രചനയാണെന്ന് അവകാശപ്പെടാൻ ഞാൻ എഴുതിയ ഒരു രചനയ്ക്ക് അതിന്റെ കർത്തൃത്വം മറ്റൊരാൾക്ക് വെച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കുമോ? ഞാൻ അങ്ങനെ ചിന്തിക്കുമോ? അത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോൾ ഖുർആന്റെ തുടക്കം മുതൽ അവസാനം വരെയും നിരന്തരം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിൽ നിന്ന് അവതീർണമായതാണ് ഈ വചനങ്ങൾ എന്നാണ്. കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. വിശുദ്ധ ഖുർആനിന്റെ പ്രതികൾ നമുക്കിന്ന് ലഭ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങൾ രേഖപ്പെടുത്തിയ ഹദീസുകളുടെ സമാഹാരങ്ങൾ എമ്പാടും ലഭ്യമാണ്. ഇവ രണ്ടും ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക. അവ തമ്മിലുള്ള ലിറ്റററി ക്വാളിറ്റി എന്തുമാത്രം വ്യത്യസ്തമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അറബികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സാഹിത്യപരമായി സംസാരിക്കുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്നിരിക്കെ അവിടുത്തെ സാഹിത്യം, അവിടുത്തെ വചനങ്ങളുടെ സാഹിത്യം, ഹദീസിന്റെ സാഹിത്യമേന്മയും വിശുദ്ധ ഖുർആന്റെ സാഹിത്യമേന്മയും എത്രയോ തട്ടിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടുണ്ടെന്ന് ശത്രുക്കളാൽ സ്ഥാപിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ലാത്ത, ശത്രുലോകം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ സത്യസന്ധനായ ഒരാളെ കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അംഗീകരിച്ചിട്ടുള്ള ആ മുസ്ലിമിയെ കുറിച്ച് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള, പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള മുഴുവൻ ആരോപണങ്ങളും ചരിത്രപരമായി സ്ഥിരപ്പെടുത്താൻ സാധിക്കാത്ത വസ്തുതാവിരുദ്ധമായ പച്ചക്കള്ളങ്ങൾ മാത്രമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിനോ അവിടുത്തെ ഉന്നത വ്യക്തിത്വത്തിനോ പോറലേൽപ്പിക്കുന്ന ഒരു തുണ്ട് കടലാസ് പോലും നിങ്ങൾക്ക് ഹാജരാക്കാൻ സാധിക്കില്ലെന്നും മാത്രം പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.